ജനാധിപത്യം വർക്ക് ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആ ജനാധിപത്യം നിലനിർത്തുന്ന മനുഷ്യന്മാരുടെ അനുസരിച്ചിരിക്കും. അല്ലെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അത് ആദ്യം നിങ്ങൾ ചിന്തിക്കണം. ലോകത്തെ ഏത് ഇസങ്ങളാണെങ്കിലും ആ ജനങ്ങൾ ഏതുപോലത്തെ അവരുടെ കൾച്ചർ എന്താണ്, അവരുടെ സ്വഭാവം എന്താണ്. ഇതുകൊണ്ടാണ് നമ്മൾ മിഡിൽ ഈസ്റ്റിൽ ഒരു സ്പ്രിങ് വന്നു, അറബ് സ്പ്രിംഗ് എന്നാണ് അതിന്റെ പേര്. ആ സ്പ്രിംഗ് വന്ന പോലെ തന്നെ തിരിച്ചു പോയി. സ്പ്രിങ്ങിന്റെ അതേ സ്വഭാവം. അതെ, അതിന് അറബ് വസന്ത എന്നാണ് മലയാളത്തിൽ പറയുന്നത്, പക്ഷെ വസന്തമല്ല, സ്പ്രിംഗ് തന്നെയാണ്. അപ്പോ കാരണം അവിടുത്തെ ജനങ്ങളുടെ സ്വഭാവം അതാണ്. അവരിൽ ഉരുത്തിരിഞ്ഞു വന്നത് മതപരമായിട്ടുള്ള ഭ്രാന്തുകളാണ്. ആ ജനാധിപത്യം കൊണ്ട് അവർ ഉദ്ദേശിച്ചത് കയറി വന്നത് മുസ്ലിം ബ്രദർഹുഡ് പോലെയുള്ള തീവ്രവാദ സംഘങ്ങളാണ്. അപ്പൊ ഇവിടെ എനിക്ക് പറയാനുള്ള കാര്യം, ഇത് ഇന്ത്യ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ വെള്ളാപ്പള്ളിയുടെ കാര്യം പറഞ്ഞ പോലെ നിങ്ങൾ ഇപ്പോ അതിന് 2-3 വശങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് പറയാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഈ വെള്ളാപ്പള്ളി പറഞ്ഞത് ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറയുന്നു. അത് പുള്ളി ആ ഒരു സമുദായ നേതാവായതുകൊണ്ട്, ഇടവരുടെ നേതാവായതുകൊണ്ടൊക്കെ അടിച്ചുവിടുന്നതാണ്. ഇടയ്ക്ക് പുള്ളി ഒരു സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്ന് എനിക്കറിയാം. കാരണം അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ശക്തമായ ക്യാമ്പയിൻ ഹിന്ദുക്കൾക്കിടയിൽ നടത്തും. എന്തിന്? നിങ്ങൾ കുട്ടികളെ കൃത്യമായിട്ട് 2 കുട്ടികൾക്ക് കൂടുതൽ നിങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സസ്റ്റൈൻഡ് ക്യാമ്പയിൻ ഒന്നും RSS ഇവരൊന്നും കൃത്യമായിട്ട് നടത്തുന്നില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ശബരിമല ഇഷ്യൂലോ അല്ലെങ്കിൽ ഗണപതി മിത്താണെന്ന് പറഞ്ഞപ്പോഴുള്ള ആ ഒരു ആക്രോശം ഒന്നും ഇവിടെ കാണുന്നില്ല. ഇതിന്റെ ഒരു വശത്ത് ഇസ്ലാം പോലെ അപ്പുറത്തൊരു ടീം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജനസംഖ്യ നിലനിർത്തിയേ പറ്റൂ. ദർ ഇസ് നോ അതർ ഓപ്ഷൻ. അല്ലെങ്കിൽ നിങ്ങൾ താഴ്ന്നു പോകും, നിങ്ങളെ പ്രീണിപ്പിക്കാൻ ആളില്ലാതാവും. ഇത് സ്വാഭാവികമായിട്ടും വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഹിന്ദുക്കൾ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാതെ ജനസംഖ്യ പുറകോട്ട് പോയാൽ മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാവും. ദാറ്റ് ഈസ് എ നാച്ചുറൽ കോൺസിക്വൻസ് എന്നാണ് പണ്ടേത് മഹാൻ പറഞ്ഞത്. അപ്പോ അങ്ങനെ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാവും, മുസ്ലിം മന്ത്രിസഭ ഉണ്ടാവും എന്നുള്ളത് ജനസംഖ്യയുടെ ആനുപാതികമായിട്ടുള്ള രാഷ്ട്രീയത്തിലുള്ള ഇടപെടലാണ്. അതിന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ജനസംഖ്യ നിലനിർത്തുന്നതാണ്. അതിന്റെ മറുവശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര ഹിന്ദു ദമ്പതികൾക്ക് കുട്ടികളെ ഉണ്ടാക്കി അവർക്ക് നല്ലൊരു ജീവിതം കൊടുക്കാനുള്ള സാമ്പത്തിക അവസ്ഥയുണ്ട്. ഇന്ത്യക്കാരുടെ പൊതുവുള്ള അവസ്ഥയാണ് ഇത്. ഹിന്ദുവിന് മാത്രമുള്ളതല്ല, കേരളത്തിലെ ഒരു അവസ്ഥ വെച്ചിട്ട്, കേരളത്തിലെ സമ്പദ് വ്യവസ്ഥ വെച്ചിട്ട്, കേരളത്തിലെ ജോലി ഒക്കെ അടവ് വെച്ചിട്ട് എത്ര ഹിന്ദുക്കൾക്ക് അത് സാധിക്കുന്നുള്ളതാണ് ഇതിന്റെ മറുവശം. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മുസ്ലിം ജനസംഖ്യ കൂടുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് അതിന് പരിഹാരം എന്ന നിലയിൽ കുട്ടികളെ ഉത്പാദിപ്പിക്കാനുള്ള അവസ്ഥ ഹിന്ദുക്കൾക്ക് ഉണ്ടോ എന്ന് കൂടി നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട, കേരളത്തിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ഹിന്ദുക്കൾക്കിടയിൽ ഒരു അന്ധവിശ്വാസമാണ് ഈ സ്വകാര്യ മേഖലയെ വിട്ട് ഈ ഗവൺമെന്റ് മേഖലയിൽ ജോലി, എന്റെ മോന്റെ ജോലി കിട്ടാൻ വേണ്ടി അവന്റെ ജീവിതം, അല്ലെങ്കിൽ എന്റെ മോൾക്ക് ജോലി കിട്ടാൻ വേണ്ടി അവന്റെ ജീവിതം ഇത് PSC കോച്ചിങ് സെന്ററുകളിലും മറ്റുമൊക്കെ പഴക്കാൻ. ഇന്ത്യയിൽ ഗവൺമെന്റ് ജോലി എന്നുള്ളത് ഏറ്റവും തുച്ഛമായ ജോലിയാണ്. ഐ മീൻ അളവിൽ ഇന്ത്യക്കാർക്ക് ജോലി കൊടുക്കാൻ ഗവൺമെന്റ് അതിൽ ജോലിയില്ല. അത് കേരളത്തിലും ബാധകമാണ്. ഈ അന്ധവിശ്വാസങ്ങൾ വിട്ട് നിങ്ങൾ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് പുതിയ തരത്തിൽ ചിന്തിക്കാൻ ഹിന്ദുക്കൾ തുടങ്ങിയാൽ തന്നെയാണ് ഈ പ്രശ്നം പരിഹരിക്കും. ഇനി അത് മാത്രമല്ല, സ്ത്രീകളുടെ ഒരു വശം കൂടിയുണ്ട്. മുസ്ലിം സ്ത്രീകൾ അടിച്ചമർത്തുന്നതുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് ഈ കുട്ടികളെ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കാനുള്ള മെഷീനുകൾ ഉണ്ടാക്കുന്നത്. പക്ഷെ അത് ഹിന്ദുക്കൾക്ക് സാധിക്കും എന്നുള്ളതാണ്. കാരണം ഹിന്ദു സ്ത്രീകൾക്ക് മുസ്ലിം സ്ത്രീകളെ അപേക്ഷിച്ച് കുറച്ചും കൂടി ബോധമുണ്ട്. ഞാൻ ഒരു പൊതുവായിട്ട് പറയണം, അല്ലാതെ എല്ലാ കേസിലും അങ്ങനെ ആവണമെന്നില്ല. ഇപ്പൊ നല്ല സമ്പത്തും അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള സ്ത്രീകളിൽ മുസ്ലിങ്ങളിലും അവർ ഈ കുട്ടികളെ അത്ര ഒന്നും ഉത്പാദിപ്പിക്കുന്നില്ല. അപ്പൊ ജമ്മു കാശ്മീർ ഒരു ഉദാഹരണത്തിന്, അവിടെ ശരിക്കും കേരളത്തിലേക്കാളും മുസ്ലിം കുട്ടികളുടെ ഫെർട്ടിലിറ്റി റേറ്റ് കുറവാണ് ജമ്മു കാശ്മീരിൽ. പക്ഷെ കേരളത്തില് അവിടെ മതഭ്രാന്തമുണ്ട്. പക്ഷെ കേരളത്തില് ഇതുപോലെയുള്ള വ്യവസ്ഥാപിതമായ അടിച്ചമർത്തൽ അവർക്ക് ഉപകാരപ്പെടുന്നു. പക്ഷെ ഈ കാര്യം ഹിന്ദുക്കൾക്ക് ചെയ്യാൻ പറ്റുമോ? ഹിന്ദുക്കൾ ഇതിങ്ങനെ പ്രസ്താവന നടത്തിയതുകൊണ്ട് കാര്യമില്ല. നേരത്തെ പറഞ്ഞ പോലെ ജനാധിപത്യം എന്നുള്ളത് അതിൽ നിങ്ങൾക്കൊരു മുൻകൈ ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ അതിൽ ഇസ്ലാം പോലെ ശക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഫെയർ ആയിരിക്കില്ല. ജനാധിപത്യം പിന്നെ എല്ലാവർക്കും ഒരുപോലെ അപ്ലിക്കബിൾ ആയിരിക്കില്ല. അത് നമ്മൾ യൂറോപ്പിൽ കാണുന്ന എല്ലാവർക്കും നീതി കിട്ടുന്ന ഒരു അവസ്ഥ ഇസ്ലാം പോലെ മതത്തിന്റെ പ്രസൻസിൽ പാടില്ല, അല്ലെങ്കിൽ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. കാരണം അവർ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ജനാധിപത്യമേ അവർക്ക് വേണ്ട. അതാണ് അതിന്റെ ഒരു ഇത്. അവർ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ മതമാണ് നമ്മുടെ നിയമം. അത് ഒരു പ്രശ്നമാണ്. ഇതിന്റെ ഒരു മറ്റൊരു രൂപം യൂറോപ്പിൽ നമ്മൾ കണ്ടിട്ട് ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ ഇപ്പൊ നാസികളെ, യൂറോപ്പിൽ സ്വാസ്തിക, നാസികളുടെ ചിഹ്നങ്ങള്, നാസികൾക്കെതിരെ ഒരു പൊതുവികാരം യൂറോപ്പിലുണ്ട്. അതുകൊണ്ട് എന്താ, നാസി പാർട്ടി എന്ന നിലയിൽ ഒരു പാർട്ടി പിന്നീട് വന്നില്ല. പക്ഷെ ഇന്ത്യയില് ഇസ്ലാമിനെ ആ ഒരു കാറ്റഗറി പെടുത്താൻ ഇപ്പോഴും മടിയാണ്. ഇപ്പോഴും സോക്കോൾഡ് RSS പോലും ഈ പല കാരണങ്ങളും കൊണ്ട് ഇവരെ പ്രീണിപ്പിക്കുന്നു. പക്ഷെ ഇസ്ലാം ഒരു വലിയ പ്രശ്നമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പോഴുള്ള വ്യവസ്ഥയെ തകർക്കാൻ മാത്രം വലിപ്പം ഇസ്ലാമിനുണ്ട്. അത് ഇപ്പൊ തിരിച്ചറിഞ്ഞാൽ ഒരു 100 വർഷം, ഞാൻ പറഞ്ഞ പോലെ അടുത്ത 97 വർഷം കഴിഞ്ഞാൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല. നമ്മൾ ചിലപ്പോൾ ഉണ്ടാവില്ല, പക്ഷെ നമ്മുടെ കുട്ടികൾക്ക്
ദുഃഖിക്കേണ്ടി വരില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ നാസി പാർട്ടി എങ്ങനെയാണ് യൂറോപ്പ് ബഹിഷ്കരിച്ചത്, ഇസ്ലാമിന് അതുപോലെ അടിച്ചിടാൻ ഇന്ത്യയിൽ നിയമങ്ങൾ നിർമ്മിക്കണം. നരേന്ദ്രമോദി പോലും അത് ചെയ്യുന്നില്ല എന്നതാണ്. അതാണ് നമ്മൾ പറയുന്നത്. നാളത്തെ ഇന്ത്യയുടെ ഭാവിയിൽ ഈ ഇസ്ലാം പോലുള്ള ഒരു പ്രശ്നം കയറി വന്ന് ഈ ജനാധിപത്യ രാജ്യത്തിന്റെ തകർച്ചയിലേക്ക് നയിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ നിയമസഭയിലും ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ ഇസ്ലാമിനെ താഴ്ത്തിയിടാൻ ഉള്ള സെക്യുലർ നിയമങ്ങൾ നിർമ്മിക്കണം. യൂണിഫോംസിന് കൂടെ ഒരു പടിയാണ്, പക്ഷെ അത് മാത്രം പോരാ. അപ്പൊ നാസികൾ ചെയ്ത പോലെ ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ, അള്ളാഹു അക്ബർ വിളികൾ, ഇങ്ങനത്തെ പല കാര്യങ്ങൾ, ഹിജാബ്, ഇതുപോലുള്ളതിലൊക്കെ നമ്മൾ കൃത്യമായി ഇടപെട്ട് എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അല്ലാതെ മുസ്ലിങ്ങൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവരുടെ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കും, അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇത് വെള്ളപ്പള്ളി പോലുള്ള പ്രസ്താവന പോലെ ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറയുന്നു, മുസ്ലിങ്ങൾ ഇങ്ങനെ കൂടുന്നു, പ്രസവിക്കുന്നു, അവർ കൂടുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇത് നിയമത്തിൽ വന്നാൽ മാത്രമേ നമുക്ക് ഈ ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുള്ളൂ. കാരണം മുസ്ലിങ്ങളെ സ്വാധീനിച്ചാൽ ഇസ്ലാമിനെ നമുക്ക് താഴ്ത്തിടാൻ പറ്റും. നാളെ ജനിക്കുന്ന ഒരു മുസ്ലിം കുട്ടിക്ക് ഇസ്ലാം അല്ലാത്തൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അതിൽ നിന്ന് പുറത്തു കിടക്കാനും അവരുടെ സ്ത്രീകളെ അവരുടെ മതത്തിന്റെ ഈ കെട്ടുപാടിൽ നിന്ന് പുറത്തു കിടക്കാനും അവർക്ക് സഹായകമാകുന്നത് ഈ നിയമങ്ങളാണ്. ഇപ്പോഴും ഒരു മുസ്ലിം സ്ത്രീക്ക് പല അവകാശങ്ങളും കൊടുക്കുന്നത് മുസ്ലിങ്ങളല്ല, അത് നമ്മുടെ നിയമമാണ്. അവിടെ അവർ കുറെ ഓപ്ഷൻ നമ്മൾ തുറന്നിടണം. എന്ന് മാത്രമല്ല, ഈ സ്കൂളുകളിലും മറ്റു സ്ഥലങ്ങളിലുള്ള ഇവരുടെ മതവസ്ത്രം പൂർണ്ണമായിട്ട് നിരോധിക്കണം. അതേപോലെ ഇവരുടെ മദ്രസ സമ്പ്രദായം. അപ്പോ ജനസംഖ്യ കൂടുന്നു ഒരു പ്രത്യേക മതവിഭാഗത്തിന് എന്ന് നിലവിളിച്ചാൽ മാത്രം പോരാ. ഹിന്ദുക്കൾ ഈ ശബരിമല വിഷയത്തിലും ഗണപതി മിത്താണെന്ന് പറഞ്ഞപ്പോഴുള്ള ആ ആക്രോശം, ഇതുപോലെ മതം ഈ രാഷ്ട്രത്തെ തകർക്കുന്നതിന് മുമ്പ് നിയമം നിർമ്മിക്കാൻ ഈ മുസ്ലിങ്ങൾക്ക് മറ്റെല്ലാവരും പാലിക്കുന്ന നിയമങ്ങൾ ബാധകമാക്കാനും നമ്മളൊക്കെ ചെയ്യുന്ന പോലെയുള്ള ഇപ്പോ സർക്കാർ സംവിധാനങ്ങളിലൂടെ വരുന്ന പരിഷ്കാരങ്ങൾ ഈ മുസ്ലിങ്ങൾക്കും ബാധകമാക്കാനുള്ള വളരെ ശക്തമായ ശ്രമങ്ങൾ നടത്തിയേ പറ്റൂ. അല്ലെങ്കിൽ ഹിന്ദുക്കൾ, ഞാൻ പറയുന്നു, അടുത്ത 100-200 വർഷത്തിനിടയിൽ എന്താണോ യൂറോപ്പിൽ സംഭവിച്ചത് അത് അനുഭവിക്കും. അത് നിങ്ങളുടെ മാത്രം പിടിപ്പുകേടായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. കാരണം ഞാൻ ഒരാൾ വിചാരിച്ചുകൊണ്ട് ഇതൊന്നും മാറില്ല, പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള ശക്തിയുണ്ട്. ഓക്കെ, ഇന്ത്യയിൽ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുക. അതായത് ഓരോ സംസ്ഥാനങ്ങൾ ഓരോ രാജ്യമായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് പോകും. അതാണ് ഉണ്ടാവുക. ആ യൂണിറ്റി നിലനിർത്താൻ കഴിയില്ല എന്നുള്ളത്.